ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 74. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മാർച്ച് 19, 1984 വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ. 286. എൻ്റെ വരൻ ജോസഫിനെ നോക്കുക. എൻ്റെ പ്രിയപുത്രന്മാരെ, ഇന്നേ ദിവസം എൻ്റെ ഏറ്റവും വിരക്ത ഭർത്താവായ ജോസഫിനെ നോക്കുക. ദൈവത്തിൻ്റെ പദ്ധതി സ്നേഹത്തോടും പരിശുദ്ധിയോടും വിശ്വസ്തോടും സ്ഥിരതയോടും പുരോഗമിക്കുന്നതിൽ അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും മാതൃകയാണ്. ജീവിതകാലത്ത് എൻ്റെ വിരക്തനും വിശ്വസ്തനുമായ ഭർത്താവായിരുന്നു അദ്ദേഹം. ഉണ്ണിയേശുവിന് സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതിൽ വിലപ്പെട്ട സഹപ്രവർത്തകൻ, നിശബ്ദവും ദീർഘദൃഷ്ടിയുമുള്ള ഒരു ജോലിക്കാരൻ, ഞങ്ങളുടെ മനുഷ്യാസ്തിത്വത്തിന് ആവശ്യമായതൊന്നും കുറവില്ലാതെ കാത്തുസൂക്ഷിക്കുന്നവൻ, നീതിമാൻ, സ്വർഗപിതാവിന് തനിക്ക് ഭരമേൽപ്പിച്ച ജോലി അനുദിനം നിർവഹിക്കുന്നതിൽ നിഷ്ഠയുള്ളവൻ, ഞങ്ങളുടെ ദിവ്യപുത്രൻ യേശുവിൻ്റെ വിസ്മയകരമായ വളർച്ചയിൽ എത്രമാത്രം അദ്ദേഹം അനുദിനം ശ്രദ്ധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. യേശു ഇതിന് എത്ര പുത്രസഹജവും ആഴമേറിയതുമായ സ്നേഹത്താൽ പ്രതിഫലം നൽകി. യേശു എത്രമാത്രം അദ്ദേഹത്തെ ശ്രവിച്ചു, അനുസരിച്ചു. അവൻ എത്രമാത്രം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു. അതുപോലെ എൻ്റെ പ്രിയ സുതരെ, തനിക്കായുള്ള ദൈവിക സംവിധാനം പൂർണ്ണമായി നിർവഹിക്കുന്നതിന് ഏതെല്ലാം പുണ്യങ്ങൾ അദ്ദേഹത്തിൽ പുഷ്ടി പ്രാപിച്ചുവോ അവയെല്ലാം നിങ്ങൾക്കും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിശബ്ദതയും സ്വയം താഴ്ത്തലും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഇവ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ച പ്ലാൻ നിർവഹിക്കുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ ആവശ്യമാണ്. നിങ്ങളെ വളരെയധികം ആവരണം ചെയ്യുന്ന ശബ്ദത്തിൽ നിന്നും കോലാഹലങ്ങളിൽ നിന്നും നിലവിളികളിൽ നിന്നും ഒച്ചപ്പാടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുവിൻ. നിങ്ങളുടെ ആന്തരിക പ്രശാന്തത യേശുവിനോടും നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടുമൊത്തുള്ള സംഭാഷണങ്ങളാൽ സംരക്ഷിക്കുക. ലൗകിക പ്രദർശനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കരുത്. ലോകത്തിൻ്റെ അനിയന്ത്രിതമായ ആകർഷങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുക. സാൻമാർഗിക ക്രമക്കേടുകളുടെ സൂക്ഷ്മമായ തന്ത്രത്തിലേർപ്പെടാതിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇന്ന് ഇവ പത്രങ്ങളിലൂടെയും ടെലിവിഷനുകളിലൂടെയും വഞ്ചനാത്മകവും അപകടകരമായ വിധത്തിൽ പ്രചരിക്കപ്പെടുന്നു. പ്രാർത്ഥനയ്ക്കും വചനശ്രവണത്തിനും ചിലവഴിക്കേണ്ട വിലപ്പെട്ട സമയം ടെലിവിഷന് മുൻപിൽ ദുർവ്യയം ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചാര്യ നൈർമല്യം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിസ്സംഗതയിൽ ഡിറ്റാച്ച്മെൻറ്റ്, അത് എത്രയധികം സാധ്യമാകുന്നുവോ നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നും മാനുഷിക വ്യഗ്രതകളിൽ നിന്നും നിങ്ങൾ നിസ്സംഗരായിരിക്കണം. അങ്ങനെ നിങ്ങൾ ആന്തരികമായി സ്വതന്ത്രരായി സ്നേഹിക്കുന്നതിന് കഴിവുള്ളവരാകുന്നതിനും കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ സ്ഥിരതയോടും കൂടി നിർവഹിക്കുന്നതിനും നിങ്ങൾ പ്രാപ്തരാകും. എൻ്റെ ഏറ്റവും സ്നേഹസമ്പൂർണനായ ഭർത്താവ് ജോസഫിനെ അദ്ദേഹത്തിൻ്റെ വിനീതവും പ്രതീക്ഷാനിർഭരവുമായ പ്രാർത്ഥനയിലും അദ്ദേഹത്തിൻ്റെ ഭാരിച്ച ജോലികളിലും അദ്ദേഹത്തിൻ്റെ ക്ഷമ, വലിയ സന്മനസ് എന്നിവയിലും അനുകരിക്കുക. നിങ്ങളുടെയും എൻ്റെ പ്രസ്ഥാനത്തെയും അദ്ദേഹത്തിൻ്റെ ശക്തമായ സംരക്ഷണയിൽ ഫലമേൽപ്പിക്കുക. ഉണ്ണിയേശുവിൻ്റെ ക്ലേശഭൂയിഷ്ടമായ ജീവിതത്തിൽ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നതുപോലെ ഇപ്പോഴും എൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ശത്രുവിനാൽ ആക്രമിക്കപ്പെടുകയും അവൻ കോപാവേശത്തോടെ അതിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം അതിനെ സംരക്ഷിക്കും. അദ്ദേഹത്തോടും ഞങ്ങളുടെ ദിവ്യ ഉണ്ണിയേശുവിനോടും കൂടെ ഇന്ന് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. മാർച്ച് 25, 1984 മംഗളവാർത്ത തിരുനാൾ. 287. എല്ലാവരെയും പ്രതിഷ്ഠ ഞാൻ ആവശ്യപ്പെടുന്നു. വീണ്ടെടുപ്പിൻ്റെ നിത്യമായ പദ്ധതിയും എൻ്റെ കന്യകാ ഉദരത്തിൽ വചനത്തിൻ്റെ മനുഷ്യാവതാര മഹാരഹസ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എൻ്റെ സമ്മതം ലഭിക്കുന്നതിന്
ദൈവം ഗബ്രിയേൽ ദൈവദൂതനെ അയച്ച മംഗളവാർത്ത സമയത്തെപ്പറ്റി പരിചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ ആത്മപ്രതിഷ്ഠ നടത്തണമെന്ന് ഞാൻ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടുവെന്ന്. 1917 ഞാൻ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ വെളിപ്പെടുത്തിയതാണ്. തന്നെ ഫലമേൽപ്പിച്ച എൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് ഇപ്പോഴും ഭൂമിയിലായിരിക്കുന്ന എൻ്റെ മകൾ ലൂസിയയോട് ഞാൻ ഇത് തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ എൻ്റെ പുരോഹിത പ്രസ്ഥാനത്തിന് ഫലമേൽപ്പിച്ച സന്ദേശത്തിലൂടെ ഞാനിത് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടു. ഇന്ന് ഞാൻ എൻ്റെ അഭ്യർത്ഥന വീണ്ടും ആവർത്തിക്കുന്നു. എല്ലാവരും എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തണമെന്ന്. എല്ലാവർക്കും മുമ്പേ എൻ്റെ പ്രിയപുത്രരിൽ പ്രഥമനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ തിരുനാൾ അവസരത്തിൽ ലോകത്തിലെ എല്ലാ മെത്രാന്മാരോടും എഴുതിക്കൊണ്ട് തന്നോടുകൂടെ ഇപ്രകാരം ചെയ്യുന്നതിന് അവരെ ആഹ്വാനം ചെയ്തിട്ട് പ്രതിഷ്ഠ വളരെ ആഘോഷകരമായ രീതിയിൽ നടത്തുകയുണ്ടായി. നിർഭാഗ്യവശാൽ എല്ലാ മെത്രാന്മാരും ആഹ്വാനം സ്വാഗതം ചെയ്തില്ല. ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതുപോലെ റഷ്യയെ പരസ്യമായി എനിക്ക് പ്രതിഷ്ഠിക്കുന്നതിന് പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ രക്തപങ്കിലമായ സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഞാൻ ആവശ്യപ്പെട്ട പ്രതിഷ്ഠ യാഥാർത്ഥ്യമാവുകയുള്ളൂ. ലോകത്തെയും എല്ലാ രാഷ്ട്രങ്ങളെയും എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന എൻ്റെ ഈ മാർപ്പാപ്പയുടെ ധീരമായ പ്രവൃത്തിയെ ഞാൻ ആശീർവദിക്കുന്നു. അത് സ്നേഹത്തോടും നന്ദിയോടും കൂടെ ഞാൻ സ്വീകരിക്കുന്നു. ഇക്കാരണത്താൽ ശുദ്ധീകരണത്തിൻ്റെ മണിക്കൂറുകൾ വളരെ കുറയ്ക്കുന്നതിനും പരീക്ഷണത്തിൻ്റെ ഗുരുത്വം ലഘൂകരിക്കുന്നതിനും ഞാൻ ഇടപെടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ പ്രതിഷ്ഠ തന്നെ ഞാൻ എല്ലാ മെത്രാന്മാരിൽ നിന്നും എല്ലാ സന്യസ്തന്മാരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ആവശ്യപ്പെടുന്നു. എൻ്റെ വിമല ഹൃദയമാകുന്ന സുരക്ഷിത സങ്കേതത്തിൽ സഭ സമ്മേളിക്കേണ്ട മണിക്കൂർ ഇതാണ്. പ്രതിഷ്ഠിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഒരു സാധനം പ്രതിഷ്ഠിക്കുമ്പോൾ അത് ഏത് പാവനമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രതിഷ്ഠിച്ചുവോ അതൊഴിച്ച് മറ്റ് യാതൊന്നിനും അത് ഉപയോഗിച്ചുകൂടാ. കാരണം ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവത്രേ അത്. ഇത് ഒരു വസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരാളിൻ്റെ കാര്യത്തിലും പ്രസക്തമാണ്. അയാളെ ദൈവം പരിപൂർണമായ ദൈവാരാധനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥമായ പ്രതിഷ്ഠ ജ്ഞാനസ്നാനത്തിൽ വെച്ച് നടത്തണമെന്ന് ഗ്രഹിക്കുക. യേശു സ്ഥാപിച്ച ഈ കൂദാശയിലൂടെ പ്രസാദവരം നൽകപ്പെടുകയും നിങ്ങളുടേതിനേക്കാൾ ഉയർന്നത്, അതായത് പ്രകൃത്യാതീതമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇതുവഴി നിങ്ങൾ ദൈവിക ജീവനിൽ ഭാഗവാക്കുകളാകുകയും ദൈവസ്നേഹ ഐക്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും യഥാർത്ഥമായി നിങ്ങളുടെ പ്രവൃത്തികൾ പ്രകൃതിക്കുപരിയായി ഒരു മൂല്യം സിദ്ധിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവയ്ക്ക് യഥാർത്ഥത്തിൽ ദൈവികമായ ഒരു മൂല്യം കൈവരുന്നു. ജ്ഞാനസ്നാനത്തിന് ശേഷം നിങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണ മഹത്വീകരണത്തിന് വേണ്ടി നിശ്ചയിക്കുന്നവരും പിതാവിൻ്റെ സ്നേഹത്തിനും പുത്രൻ്റെ അനുസരണത്തിനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള പൂർണ്ണ ഐക്യത്തിനും വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവരുമായി തീരുന്നു. പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ പ്രത്യേക സ്വഭാവം അതിൻ്റെ പൂർണ്ണാർപ്പിതാവസ്ഥയത്രേ. ആത്മപ്രതിഷ്ഠ നടത്തുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി എന്നേക്കുമായി പ്രതിഷ്ഠിതരാകുകയാണ്. എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്, ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ തിരുശുദ്ധത്തിന് പൂർണ്ണമായി ഉപയോഗിക്കത്തക്ക വിധം സമ്പൂർണവും നിത്യവുമായി നിങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കണമെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ സമ്പൂർണമായി നിങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കണം. സർവവും എനിക്ക് നൽകണം. ഒരു കാര്യം എനിക്ക് തരികയും വേറൊന്ന് പിടിച്ചു വയ്ക്കുകയും ചെയ്യരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ മുഴുവനായും എൻ്റേതാകണം. നിങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കേണ്ടത് ഒരു ദിവസം ഉവ്വ് പറഞ്ഞുകൊണ്ടും വേറൊരു ദിവസം ഇല്ല എന്ന് നിഷേധിച്ചുകൊണ്ടുമായിരിക്കരുത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലത്തെ ആയിരിക്കരുത്. പ്രത്യുത എന്നേക്കും ആയിരിക്കണം. നിങ്ങളുടെ സ്വർഗീയ മാതാവായ എനിക്ക് പൂർണ്ണമായും നിത്യമായും സമർപ്പിക്കുന്ന കാര്യം ഊന്നിപ്പറയാൻ വേണ്ടിയാണ് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പ്രതിഷ്ഠ എவ்விധമാണ് നിങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത്? ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന അനിർവചനീയമായ രഹസ്യത്തെപ്പറ്റി പരിചിന്തിക്കുവാനെങ്കിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട പ്രതിഷ്ഠ എപ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പിതാവിൻ്റെ വചനം പൂർണ്ണമായും സ്നേഹത്തിൽ എനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടു.
ഞാൻ നൽകിയ ഉവ്വിന് ശേഷം അവൻ എൻ്റെ കന്യകോത്വത്തിൽ പിറന്നു. അവൻ അവൻ്റെ ദൈവികത്വത്തിൽ എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടു. ഏറ്റവും പരിശുദ്ധ പരമത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ നിത്യവചനം മനുഷ്യാവതാരം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവിൽ അത്ഭുതകരമായി നിർമ്മിക്കപ്പെട്ട എൻ്റെ കന്യകോത്വതരമാകുന്ന ചെറിയ വാസസ്ഥലത്ത് സ്വാഗതം ചെയ്യപ്പെടുകയും അവിടെ അജ്ഞാതമായി ജീവിക്കുകയും ചെയ്തു. അവൻ അവൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടു. ഒരു പുത്രൻ സ്വമാതാവിനെ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിധത്തിൽ അവൻ തന്നെ എനിക്ക് ഏൽപ്പിച്ചു. അമ്മയിൽ നിന്ന് സർവവും പുത്രൻ പ്രതീക്ഷിക്കുന്നു. ഓരോ ദിവസവും ഉദരത്തിൽ വളരുന്നതിന് രക്തം, മാംസം, ശ്വാസം, ആഹാരം, സ്നേഹം ഇവയൊക്കെ അവൻ പ്രതീക്ഷിക്കുന്നു. അതുകഴിഞ്ഞ് അവൻ്റെ ജനനശേഷം ഓരോ വർഷവും എപ്രകാരം അവൻ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു. ഇക്കാരണത്താൽ എൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അമ്മയെന്ന പോലെ ഞാൻ വീണ്ടെടുപ്പിൻ്റെയും അമ്മയാണ്. വീണ്ടെടുപ്പ് ഈ സമയത്ത് അത്ഭുതകരമായി ആരംഭിച്ചു. ആകയാൽ എൻ്റെ മകൻ യേശുവിനോട് ഞാൻ ഉറ്റ ബന്ധത്തിലാണെന്ന് കാണുക. അവൻ്റെ ശൈശവത്തിലും യൗവനത്തിലും നസറത്തിലെ 30 വർഷവും പരസ്യജീവിത സമയത്തും വ്യസനകരമായ പീഠാനുഭവം തുടങ്ങി കുരിശുവരെ അവനോട് തർപ്പിക്കുകയും സഹിക്കുകയും ചെയ്ത് മനുഷ്യവർഗം മുഴുവനും യഥാർത്ഥത്തിൽ അമ്മയായ ഞാൻ ഫലമേൽപ്പിക്കപ്പെട്ടത് എൻ്റെ ദൈവസുതൻ്റെ സ്നേഹവും വ്യഥയും നിറഞ്ഞ അവസാന വാക്കുകൾ സ്വീകരിച്ച് അവൻ്റെ രക്ഷാകർമ്മത്തിൽ ഞാൻ അവനോട് സഹകരിക്കുകയായിരുന്നു. പ്രിയപുത്രന്മാരെ, യേശുവിൻ്റെ ശുശ്രൂഷകയാൽ എല്ലാറ്റിലും യേശുവിനെ അനുകരിക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ സ്വർഗീയ മാതാവിൽ യേശുവിനുണ്ടായിരുന്ന പരിപൂർണമായ ആശ്രയത്വത്തിലും അവനെ അനുകരിക്കുക. ആകയാൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ പ്രതിഷ്ഠയാൽ എനിക്ക് ആത്മാർപ്പണം ചെയ്യുവിൻ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളെ വളർത്തുന്നതിനും നിങ്ങൾ ഏത് മഹത്തായ ദാനത്തിനായി പൗരോഹിത്യത്തിനായി വിളിക്കപ്പെട്ടുവോ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധാലുവായ ഒരമ്മ ആയിരിക്കുന്നതിന് എനിക്ക് കഴിയും. ഓരോ ദിവസവും യേശുവിനെ കൂടുതൽ നന്നായി അനുഗമിക്കുന്നതിന് ഞാൻ കാരണമാകും. നിങ്ങളുടെ ഒരേ ഒരു മാതൃകയും സ്നേഹവും യേശു മാത്രമായിരിക്കണം. അവൻ്റെ രക്ഷാകര കർമ്മത്തിൽ നിങ്ങൾ യഥാർത്ഥമായ ഉപകരണങ്ങളും വിശ്വസ്തരായ സഹപ്രവർത്തകരും ആയിരിക്കണം. ഇന്ന് ഇത്രയധികം രോഗബാധിതമാകുകയും ദൈവത്തിൽ നിന്ന് ഇത്രയധികം അകന്നു പോവുകയും ചെയ്ത ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഇത് വളരെ ആവശ്യമായിരിക്കുന്നു. തൻ്റെ ദയാമസൃണമായ സ്നേഹത്തിൻ്റെ ഇടപെടൽ മൂലം കർത്താവിനെ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയും. യേശുവിൻ്റെ കാരുണ്യപൂർണമായ സ്നേഹത്തിൻ്റെ വിജയത്തിനായി വിളിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പുരോഹിതരും എൻ്റെ പ്രിയ ഭാജനങ്ങളുമാണ് നിങ്ങൾ. ഇന്ന് സഭയ്ക്ക് അതിൻ്റെ അവിശ്വസ്തതയുടെയും മതത്യാഗത്തിൻ്റെയും മുറിവുകളിൽ നിന്ന് സുഖം പ്രാപിക്കുവാനും അതിൻ്റെ തേജസ്സിലേക്ക് നവീകരിക്കപ്പെട്ട പരിശുദ്ധിയിലേക്കും തിരിച്ചു വരാനും ഇത് അപരിത്യാജ്യമായിരിക്കുന്നു. എൻ്റെ വൈദികരെ, നിങ്ങളുടെ സ്വർഗീയ അമ്മ നിങ്ങളിലൂടെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് വേഗത്തിൽ ഞാൻ തന്നെ ചെയ്തു തരാം. നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഞാൻ എന്നെ അനുവദിക്കുമെങ്കിൽ വിധേയത്വത്തോടും നിഷ്കപടതയോടും കൂടെ എൻ്റെ ദയാപൂർണമായ പ്രവർത്തനത്തിന് നിങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കണമെന്ന് മാത്രം. ദുഃഖപൂർണമായ അഭ്യർത്ഥനയോടെ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ആവശ്യപ്പെടുന്നു, എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ ആത്മപ്രതിഷ്ഠ നടത്തുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുക. അതുപോലെ വിശുദ്ധ ജോസഫിനെ പോലെ നീതിമാനും നിഷ്കളങ്കനും നിർമ്മലനും എളിയവനും ആയിത്തീരുക. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം നമുക്ക് സ്വീകരിക്കാം. അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശു ആരാധന. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. പരിശുദ്ധ ത്രിത്വം മഹത്വീകരിക്കപ്പെടട്ടെ. യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.